ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സൂക്ഷ്മ രാഷ്ട്രീയത്തെ തെല്ലും മനസ്സിലാക്കാത്തൊരു നേതൃത്വമാണ് കേരളത്തിലെ കോൺഗ്രസ്. അതവരുടെ ഒരു പരാജയമാണത്. സാധാരണ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ അവരുടെ പാർട്ടിക്ക് പുറത്ത് നടക്കുന്ന സൂക്ഷ്മമായ ചലനങ്ങൾ പഠിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ടീമുണ്ടായിരിക്കും. കോൺഗ്രസിന് അതൊന്നുമില്ല. അവർ ഈ പറയുന്ന ഒരു മെഗാ ഷോയാണ്. എനിക്ക് സീറ്റ് തന്നാൽ അവർക്ക് സവർണ വോട്ടുകൾ നഷ്ടപ്പെടും എന്നാണ് ഈ കോട്ടയത്ത് തോക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് അതവരുടെ റീഡിംഗ് ആണ്. അതവരങ്ങനെ തന്നെ വിലയിരുത്തട്ടെ, അതവരുടെ കാര്യം. എനിക്ക് അതിനകത്ത് അഭിപ്രായമൊന്നുമില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിൽ സി കെ ജാനുവിന് മാനന്തവാടി സീറ്റ് കൊടുക്കാത്തപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, സി കെ ജാനു ജയിക്കില്ല എന്ന്. അവർ അസോസിയേറ്റ് മെമ്പറാണെന്ന് ഓർക്കണം. ഞാൻ ഇതിന് പുറത്തുള്ള ഒരാളും ഒരു ദളിത് സംഘടനയുടെ പ്രവർത്തകരാണ്. അവർ അസോസിയേറ്റ് മെമ്പറാണ്. അവർ ജയിക്കില്ല. ജയിക്കാതിരിക്കൽ ഒരു മാനദണ്ഡമായി എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ 50% പേരെയും പിൻവലിക്കേണ്ടി വരും. ജയിക്കത്തില്ല അവർ. അപ്പൊ ഇത് ഒരു ന്യായം മാത്രമാണ്. ഇപ്പം ഞാൻ നിന്ന് കഴിഞ്ഞാൽ സവർണ വോട്ട് നഷ്ടപ്പെടുമെന്ന് ഇവർ ഭീതിപ്പെടുന്നതിൻ്റെ പിന്നിൽ ഒരു അണ്ടർ പ്രിവിലേജ്ഡ് കാസ്റ്റിൽ നിന്നൊരാൾക്ക് അംഗീകാരം കൊടുത്താൽ, സ്വന്തമായ അഭിപ്രായമുള്ള ഒരാൾക്ക് അംഗീകാരം കൊടുത്താൽ സവർണ വോട്ടുകൾ നഷ്ടപ്പെടുമെന്നാണല്ലോ പറയുന്നത്. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയില്ലാതെ